1912 ഏപ്രിൽ 10 ലോകത്തിലെ ഏറ്റവും വലിയതും മുങ്ങിപ്പോകാത്തതും എന്നും വിശേഷിപ്പിച്ച ഒരു കപ്പൽ തൻ്റെ ആദ്യ യാത്രക്കായി പുറപ്പെട്ടു. ആ കപ്പലാണ് ടൈറ്റാനിക്. 882 അടി നീളം, 46,000 ടൺ ഭാരമുള്ള രാജകീയ സുഖസൗകര്യങ്ങളോട് കൂടി നിർമ്മിച്ചിരുന്ന ടൈറ്റാനിക് ഒരു അത്ഭുതം പോലെ തോന്നിച്ചു. പക്ഷേ യാത്രയുടെ 4-ാം ദിവസം ഏപ്രിൽ 14 രാത്രി 11:40 ടൈറ്റാനിക് ഒരു വലിയ ഐസ്ബെർഗിനെ ഇടിച്ചു. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ അത് സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയി. ആ ദിവസം കപ്പലിൽ ഉണ്ടായിരുന്നത് 2200-ലധികം യാത്രക്കാരും ജീവനക്കാരുമായിരുന്നു. അതിൽ 1500-ലധികം പേർ മരിച്ചു. വെറും 705 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. കാരണം ലൈഫ് ബോട്ടുകൾ യാത്രക്കാരുടെ പകുതിക്ക് പോലും മതിയായിരുന്നില്ല. അതിലും വിചിത്രം, 1898 എഴുതിയ ഫ്യൂട്ടിലിറ്റി എന്ന നോവലിൽ ടൈറ്റൻ എന്ന കപ്പൽ ഐസ്ബെർഗിനെ ഇടിച്ച് മുങ്ങുന്ന കഥ ഇതിനകം എഴുതിയിരുന്നു. ചിലർ ടൈറ്റാനിക്കിൻ്റെ മുങ്ങൽ വെറും ദുരന്തമല്ല, മറിച്ച് വലിയ ഗൂഢാലോചന ആകാം എന്ന് വിശ്വസിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ടൈറ്റാനിക് വെറും ആക്സിഡൻറ്റ് ആണോ, അതോ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഗൂഢാലോചന? കമൻറ്റ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.